ഹലോ, ഐ ആം ലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കൊട്ടിയൂരും പറശ്ശിനിക്കടവൊക്കെ പോയി തിരിച്ച് വന്നു. ഇന്ന് രാത്രിയാണ് നമ്മൾ വീണ്ടും തിരിച്ച് ബാംഗ്ലൂർക്ക് പോകുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ ഇവിടെ അടുത്ത് തന്നെയുള്ള എന്നാൽ നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് പോവാമെന്ന്. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് ആ സ്ഥലത്തോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒപ്പം കുഞ്ഞനും കുക്കും പിന്നെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിയിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനിടയിൽ പിള്ളേർ നല്ല വൈബായി പാട്ടൊക്കെ പാടി ചിൽ ചെയ്തിട്ടാണ് പോകുന്നത്. ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്നെ കണ്ടപ്പോൾ കുറച്ച് ഷൈനസ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സെറ്റായി. അങ്ങനെ നമ്മളിതേ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഞങ്ങൾ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് അറിയുന്നതും കാണുന്നതുമെല്ലാം. കുഞ്ഞൻ പറഞ്ഞത് ഈ ഒരു സ്ഥലം ഇപ്പം ഹൈപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ്. ഇത് ചെറിയൊരു അഴിമുഖമാണ്. അതായത് നമ്മുടെ തോടും അതുപോലെ കടലും ഒന്നാവുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ അഴിമുഖം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത്. ശരിയാണോ എന്നെനിക്കറിയില്ല, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പം ഇതൊരു ചെറിയ അഴിമുഖമാണ്. ഈ ഒരു തോടിൻ്റെ ഭാഗത്തിന് നമ്മൾ തമ്പാനൂർ കടവെന്നും അതുപോലെ ബീച്ചിനെ നമ്മൾ ഓഹോ ബീച്ച് എന്നുമാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇത് രണ്ടും നന്നായിട്ട്, അതായത് കടലിലത്തെ വെള്ളവും തോടുത്തെ വെള്ളവും മിക്സ് ആവും കേട്ടോ. അങ്ങനെ അപ്പം സോൾട്ട് വാട്ടറും അതുപോലെ ഫ്രഷ് വാട്ടറും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വാട്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഉള്ളത്. നിങ്ങൾ കണ്ടില്ലേ, കുക്കുവൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. മറന്നുപോയി, കുക്കു എന്ന് പറയുന്നത് കുഞ്ഞൻ്റെ ട്വിൻ ബ്രദറാണ് കേട്ടോ. പക്ഷെ അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് അല്ല. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു സാമ്യവും ഇല്ല. മാത്രമല്ല രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ് ഉള്ളത്. പിന്നെ കടലിനെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്ത് പറയാനാ ഗൈസ്, എല്ലാ കടലും പോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു കടൽ തന്നെയാണ് ഇതും. ഞാനും കുഞ്ഞനും ഇവിടെ ഒന്നും രണ്ടും പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു BJPയുടെ കൊടിയൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഒരു അപകട മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ 2 പോലീസുകാരും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. കാരണം കടൽ പെട്ടെന്ന് കയറും എന്ന് തോന്നുന്നു എനിക്ക്. നമ്മളെ വാച്ച് ചെയ്യാനായിട്ട് 2 പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബി കെയർഫുൾ, നിങ്ങൾ വരുന്നവരാണെങ്കിൽ കെയർഫുള്ളായിട്ട് ഇരിക്കുക. പിന്നെ കടലിൽ വരുമ്പോൾ എപ്പോഴും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതുപോലെ പേരെഴുതി അത് കടൽ വന്ന് മാക്കുന്നത് നോക്കി നിൽക്കുന്നത്. അത് എപ്പോൾ വന്നാലും ചെയ്യും. എനിക്കെപ്പോഴും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. പിന്നെ കാർമേഘമൊക്കെ മൂടി നല്ല മഴ പെയ്യാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുതിരേനെ കണ്ടു. പാവം കുതിര. എനിക്കിങ്ങനെ മൃഗസ്നേഹി ആയതുകൊണ്ട് എനിക്ക് കുതിരകളുടെ പുറത്ത് കയറുക ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വേദനയൊക്കെ തോന്നും. എൻ്റെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഭയങ്കര ഓവർ അറ്റാച്ച്ഡ് ആണ് അനിമൽസുമായിട്ട്. അപ്പം ഒരു മഴയൊക്കെ പെയ്തു. അപ്പം ഞങ്ങൾ കാറിൽ പോയിട്ടിരുന്ന് മഴ പോയപ്പോൾ തിരിച്ച് വീണ്ടും ഇറങ്ങിയതാണ്. കടലൊക്കെ നല്ല ഭംഗിയല്ലല്ലോ, നല്ല നല്ല വലിയ തിരമാലകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്.
ഇങ്ങനൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റ് ഒന്നും കാണാൻ വേണ്ടി പറ്റിയില്ല. സാരമില്ല, നമുക്കിനിയും വരാമല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ബാത്റൂം സെറ്റപ്പ്. ഇവിടെ നിന്ന് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഒരാൾക്ക് നിൽക്കാൻ പാകത്തിലുള്ളൊരു ചെറിയ ചെറിയ ബാത്റൂമുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇരുട്ടി തുടങ്ങിയതുകൊണ്ട് ഇവിടെ ഓരോ സ്ഥലത്തും ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ നല്ല തിരക്കാണ്. ഇതിവിടുത്തെ ഫുഡ് സ്പോട്ടാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും. പക്ഷേ നമ്മളൊന്നും ട്രൈ ചെയ്തില്ല. നല്ല ചില ചൈനീസ് ചേട്ടന്മാരൊക്കെ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി വരുമ്പം ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ്റെ കുറേ ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറുതായിട്ടൊരു വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പോകുന്ന സമയത്ത് എല്ലാവർക്കും ചായയും കാപ്പിയൊക്കെ കുടിച്ചു. ഞാനൊരു കട്ടൻ കാപ്പിയാണ് പറഞ്ഞത്. ഈ അത്തറിൻ്റെ കട നല്ല അട്രാക്ഷൻ തരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയതാണ് ഗൈസ്. പിന്നെ ഇവിടെ നിറയെ തെങ്ങിൻ തോപ്പുകളായതുകൊണ്ട് തന്നെ കടലിൽ നിന്നുള്ള കാറ്റും തെങ്ങിൻ തോപ്പും കൂടി ആകുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് തരിക. പിന്നെ അടുത്ത് തന്നെ ഏതോ ഒരു അമ്പലമൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ബിസ്ക്കറ്റും ചായയുമാണ് ഞാൻ കുടിക്കുന്നത്. കൊള്ളായിരുന്നു, നല്ല ഒരു ചായ ആയിരുന്നു. പിന്നെ നല്ല ചൂടുള്ള കാരണം ഞാൻ ചായ ഊതിയാണ് കുടിക്കുന്നത്, ഗുപ്തൻ കുടിക്കുന്ന പോലെ. നല്ല ഫുഡും നല്ല ആംബിയൻസുമുള്ള ഒരു കിടിലൻ അടിപൊളി പ്ലേസാണിത്. അപ്പം നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു അടിപൊളി മഴ പെയ്തു. അങ്ങനെ അത് തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.